കൊല്ലം റേഡിയോയുടെ ശ്രോതാക്കൾക്ക് നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായകമായ വിധിവിവരങ്ങളാണ് ഇന്നത്തെ പ്രധാന വാർത്തകളിൽ. പ്രധാന വാർത്തകൾ. നടി ആക്രമിക്കപ്പെട്ട കേസ്. ഗൂഢാലോചനയിൽ ദിലീപിന് ആശ്വാസം, മറ്റു പ്രതികൾക്ക് കഠിന തടവ്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ 1711 പേജുള്ള വിധിപ്പകർപ്പ് പുറത്തുവന്നു. കേസിൽ ഗൂഢാലോചന നടന്നതിനോ 8ാം പ്രതി ദിലീപ് പണം നൽകിയതിനോ മതിയായ തെളിവുകളില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. എന്നാൽ കൊട്ടേഷൻ പ്രകാരം കൃത്യം നിർവഹിച്ച 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവ് വിധിച്ചു. വിചാരണ തടവ് കണക്കിലെടുക്കുമ്പോൾ പൾസർ സുനി 13 വർഷവും പ്രദീപ് 18 വർഷവും ശിക്ഷ അനുഭവിക്കേണ്ടിവരും. അതിജീവിതയ്ക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു. വിധിയിൽ പൂർണ്ണ നീതി ലഭിച്ചില്ലെന്നും അപ്പീൽ നൽകുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഇന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് നടക്കും. 244 കേന്ദ്രങ്ങളിലായി രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ഉച്ചയോടെ ഫലപ്രഖ്യാപനം പൂർത്തിയാകും. കണ്ണൂരിൽ അക്രമം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ സംഘർഷം. മുഖ്യമന്ത്രിയുടെ വീട് ഉൾപ്പെടുന്ന വേങ്ങാട് പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിക്കും ഏജന്റിനും നേരെ മുഖംമൂടി സംഘത്തിന്റെ ആക്രമണം. CPM ആണ് അക്രമത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. 2027 ദേശീയ സെൻസസ്. 2027 സെൻസസ് നടപടികൾക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 11,718 കോടി രൂപ ചിലവിൽ നടക്കുന്ന സെൻസസിനൊപ്പം ജാതി സെൻസസും നടത്താൻ തീരുമാനമായിട്ടുണ്ട്. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകൾ അന്വേഷിക്കാൻ SPG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. 30 ആമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു. തമിഴ് രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാൻ വിജയ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TVKയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയിയെ പ്രഖ്യാപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രമേശ് ചെന്നിത്തല അസൗകര്യം മൂലം ഇന്നും മൊഴി നൽകാൻ ഹാജരായില്ല. LIC അദാനി പോർട്സിലെ തങ്ങളുടെ ഓഹരി പങ്കാളിത്തം 7.34% കുറച്ചു. ആരോഗ്യവാർത്ത. ചർമ്മത്തിലെ പാലുണ്ണികൾ അർബുദമല്ലെങ്കിലും അവയുടെ വലുപ്പത്തിലോ നിറത്തിലോ മാറ്റം വന്നാൽ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കൊല്ലം റേഡിയോ വാർത്തകൾ അവസാനിക്കുന്നു. വാർത്തകൾ തയ്യാറാക്കിയത് രജനീഷ് മൈനാഗപ്പള്ളി.